ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ അടുത്ത പുതിയ അനിമി സീരീസ് കാണാൻ പോവാണ്. ടാമൻസ് ബി സൈഡ് ആണ് അനിമയുടെ പേര്. ഒരു ഐഡോൾ ആയിട്ടുള്ള ഒരാളുടെ ആർക്കും അറിയാത്ത വശവും ആ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ഫാൻ ഗേളിന്റെ കഥയാണിത്. നിങ്ങളൊരു BTS ഫാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ അനിമി ഒന്ന് റിലേറ്റബിൾ ആവും. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് അവരവരുടെ കോൺസേർട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ഹീറോ ഇതിലൊരു ഐഡോളാണ്. അവൻ നിങ്ങൾ തനിച്ചാണ് ഇരിക്കുന്നത്, നിങ്ങളെല്ലാവരെയും എന്റെ പാട്ടിന്റെ ഒപ്പം ഞാൻ സ്വീകരിക്കാം, ഈ ലോകത്തിലുള്ള എന്റെ എല്ലാ ഗേൾ ഫ്രണ്ട്സും റെഡിയല്ലേ എന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ഹീറോയും വീട്ടിലിരുന്ന് ഈ കോൺസേർട്ട് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അവള് ടാമന്റെ വലിയൊരു ഫാനായിരിക്കും. അവള് സന്തോഷത്തില് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുവാണ്. ടാമൻ, നിങ്ങൾ ശരിക്കും ഒരു ദൈവമാണ്. ആ സമയം അവളുടെ പാരന്റ്സ് ഒക്കെ അവിടെ ഇരുന്ന് പിന്നെയും ഫേസിന്റെ പരിപാടി വന്നേക്കുവാണോ, നിനക്ക് ഇവരെ കണ്ടിട്ട് മടുക്കാറൊന്നുമില്ലേ? അങ്ങനെ അവളുടെ വീട്ടിലുള്ള ആർക്കും ഇത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിനിരുന്ന് സമയം കളയണ്ട, ഒരു ദിവസം പോലും നീ നേരിട്ട് അവനെ കാണാൻ പോകുന്നില്ല, പോയിരുന്ന് പഠിക്കാൻ നോക്കുന്ന് പറയുവാണ്. നമ്മുടെ ഹീറോയിന്റെ പേരാണ് ഉട്ടേജി കിനോഷിത. അവൾക്ക് 16 വയസ്സാണ്. അവള് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ആ കോൺസേർട്ട് കഴിഞ്ഞിട്ട് ടാമൻ, നിങ്ങൾ പിന്നെ ഈ ലോകത്തിനെ രക്ഷിച്ചു. അവളുടെ റൂം മുഴുവൻ ടാമന്റെ ഓരോരോ സാധനങ്ങളും കൊണ്ട് നിറച്ചു വെച്ചിട്ടുണ്ടാവും. ഫേസ് ബാൻഡിൽ വെച്ച് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ആളാണ് ടാമൻ. അങ്ങനെ ടാമനെ പറ്റി തന്നെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അവള് ടാമന്റെ ഫസ്റ്റ് ഓഡീഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ചിരിപ്പിക്കണം. 2 വർഷത്തിന് മുൻപേ അവൻ നല്ലൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ബേബി ആയിരുന്നു. ഇപ്പൊ അവൻ ഒരുപാട് വളർന്നു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഡോം കോൺസേർട്ടിലെ ലോട്ടറി റിസൾട്ടിന്റെ നോട്ടിഫിക്കേഷൻ വരുവാണ്. എന്തായാലും ടിക്കറ്റ് ഒക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും എനിക്ക് അതിനുള്ള ലക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവള് നോക്കുമ്പോ അവൾക്ക് ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. കിനോഷിത പഠിക്കുക മാത്രമല്ലാണ്ട് അവള് പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യുന്നുണ്ടാവും. അവള് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നത് തന്നെ ടാമനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ദിവസം അവള് ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അവിടെ ജോലിക്ക് വരുന്ന ഒരാള് ഹോസ്പിറ്റൽ എമർജൻസി കാരണം ലീവാണ്. ഇന്ന് ആ ജോലി കിനോഷിതേനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കുവാണ്. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം, എന്റെ അടുത്ത് താന്ന് പറഞ്ഞ് ആ വീടിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുവാണ്. കിനോഷിത മനസ്സിൽ അല്ലെങ്കിലും എന്റെ ഐഡോളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നാലോചിച്ച് അവള് നടന്നു പോകുമ്പോ ആ അഡ്രസ്സ് നോക്കുമ്പോ അതിനകത്ത് ടാമൻ ഫുക്കുഹാര എന്നുള്ള പേര് കാണുവാണ്. അപ്പൊ അവള് ടാമന്റെ അതേ പേരാണല്ലോ. പെട്ടെന്ന് അവള് സ്വപ്നം കാണുകയാണ് അത് ടാമന്റെ വീട് തന്നെ ആയിരിക്കണമെന്ന്. ഇല്ല, അങ്ങനെയൊന്നും ആവില്ല. അങ്ങനെ അവൾ ആ ബിൽഡിങ്ങിൽ എത്തിയിട്ട് കതവ് മെല്ലെ തുറന്നു നോക്കുമ്പോ കുപ്പ പോലെ വലിച്ചു വാരിയിട്ട വീടായിരിക്കും. അവിടെ ഒരാൾ പേടിച്ച് ഒതുങ്ങിയിരിക്കുവാണ്. പെട്ടെന്ന് അവനെ കണ്ടൊന്ന് ജെർക്കാവുമെങ്കിലും കിനോഷിതയ്ക്ക് ഇത് ടാമൻ അല്ലാന്ന് തന്നെ തോന്നുവാണ്. ഞാൻ നിങ്ങളുടെ വാക്യൂം മാത്രം ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുവാണ് അവള്. ആ ശരിയെന്ന് അവൻ പറയുമ്പോ പിന്നെ അവളുടെ ഹാർട്ട് ഇടിപ്പ് കൂടുകയാണ്. ഇതവൻ തന്നെ. ഞാൻ എന്റെ ഐഡോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാശ് സമ്പാദിക്കാൻ വേണ്ടി വന്നപ്പോ ഇത് ശരിക്കും അവന്റെ വീടായിരുന്നോ? എന്നിട്ട് അവളുടെ ആകാംക്ഷയൊക്കെ അടക്കി വെച്ചിട്ട് അവള് വാതിലടച്ച്, ചിലപ്പോ അവൻ ജോലി ചെയ്യാത്ത സമയത്തൊക്കെ അവൻ വളരെ ഷൈ ആയിട്ടുള്ള ആളായിരിക്കും. അവൾക്ക് പുതിയ വീടായതുകൊണ്ട് സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പോലും അവൾക്ക് അറിയണ്ടാവില്ല. അങ്ങനെ അടുത്തും അവള് കതവ് പോയി തട്ടുവാണ്. ആ സമയത്ത് ടാമൻ അവിടെ മുട്ടുകുത്തിയിരുന്നിട്ട്, ഇത്രയും യങ്ങായിട്ട് ഒരാള് ജോലിക്ക് വരുമെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. എന്നെ കൊണ്ടാണെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല. ഞാനിപ്പോ എന്താ ചെയ്യാ? അവൾ എന്തായാലും എന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് അവൻ എന്ത് വൃത്തികെട്ടവനാണ്, എന്ത് മോശമാണ് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. എനിക്ക് എങ്ങനെയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇത് കേട്ട് കിനോഷിത, ഇല്ല, ഞാൻ അത്രയും ദൂരം പോയിട്ടില്ല. പെട്ടെന്ന് അവൻ അവിടെ കിടന്ന് കാറുവാണ്. ഓ, എല്ലാം തീർന്നു, എന്നെ കുറിച്ച് ഇനി എല്ലാം വെളിയിൽ വരും. അവള് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് പോസ്റ്റ് ഇടും, ഞാനൊരു വൃത്തികെട്ടവനാണ്, ഞാനൊരു തോൽവിയാണ് എന്നൊക്കെ ഇടും. പിന്നെ എന്റെ എല്ലാ ഫാൻസും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്നെ ഒരു രാജ്യദ്രോഹിയായി മുദ്ര കുത്തും. അല്ലെങ്കിൽ ഞാൻ റോഡിലൂടെ പോകുമ്പോ രാത്രി ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ കുത്തിക്കൊല്ലും. ഞാനിങ്ങനെ ജനിക്കാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടാമൻ അവിടെ ഇരുന്ന് കരയുവാണ്. ആ സമയം കിനോഷിനയ്ക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും ഇയാള് തന്നെയാണോ ടാമൻ? എല്ലാവരുടെ കണ്ണിലേക്ക് മധുരം പകരുന്ന ഫേമസ് ആയിട്ടുള്ള ടാമൻ തന്നെയാണോ ഇത്? ഇനി ടാമനില് ഫസ്റ്റ് കോൺസെർട്ട് ആയതുകൊണ്ട് അവൻ ടയേർഡ് ആയിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് അവള് ജോലി ചെയ്തോണ്ടിരിക്കുവാണ്. ഇനിയെങ്ങാനും അവന് ആൻസൈറ്റി കാരണം അവൻ റിട്ടയർഡ് ആവുന്ന പോലും പറയുവോ എന്ന് പറഞ്ഞ് അവള് പേടിക്കുവാണ്. റിട്ടയർഡ് ന്യൂസ് ടിവിയിൽ വരുന്നത് ഓർക്കുവാണ് കിനോഷിത. അങ്ങനെയൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പതുക്കെ ടാമന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നിൽക്കുവാണ്. നിങ്ങൾ 2 വർഷത്തിന് മുമ്പ് ഓഡീഷനിൽ വന്നപ്പോ തൊട്ട് ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. ഞാൻ ഇവിടെ ജോലിക്ക് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ എന്നെ കൊണ്ട് അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ജനിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുമല്ലാണ്ട് നിങ്ങൾ ഒരു സിംഗർ ആയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
പറയുന്നുണ്ട്. ടാമൻ അത് കേട്ടിട്ട് എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ എന്റെ വലിയൊരു ഫാൻ ആയിരിക്കാം. നിങ്ങൾ എന്റെ ഈ വേർഷൻ കണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള പ്രതിച്ഛായ തകർന്നു പോയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമായേക്കാം. ഞാൻ എന്റെ ആരാധകരെ വേദനിപ്പിക്കുകയും വഞ്ചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെറും വേസ്റ്റ് ആണല്ലേ? ഞാൻ ശരിക്കും വലിയൊരു വേസ്റ്റ് ആണ്. സത്യം പറഞ്ഞ എന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞാനൊരു വ്യാജനാണ്. അത് കേട്ടപാടെ കിനോഷിത നെട്ടുവാണ്. എന്ത് വ്യാജനോ? പെട്ടെന്ന് അവള് ഫാൻസിനെ പറ്റി ആലോചിക്കുവാണ്. ആ സമയം കിനോഷിതയ്ക്ക് തീയാളി കത്തുവാണ്. നീ നിന്നോടുള്ള ഞങ്ങളുടെ പ്രണയത്തെ പുച്ഛിച്ചു നോക്കുകയാണോ? നീ ഒരു വ്യാജനല്ല. ടാമനാകെ പേടിച്ച് നീ എന്ത് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. ടാമനാണ് എക്കാലത്തെയും മികച്ച ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ആള്. ഈ ലോകത്തിനെ തന്നെ പാരഡൈസ് ആക്കി മാറ്റിയ ആള്. നീ ശരിക്കും ഒരു ഗോഡാണ്. എനിക്ക് ആരുടെ തല പോയാലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് ശരിക്കുള്ള സത്യം. അങ്ങനെ അവനെ പറ്റി അവനോട് തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പറ, നീ എന്നോട് തിരിച്ചു പറ. ടാമൻ ഒരു ദൈവമാണ്. അവനും വേറെ വഴിയില്ലാണ്ട്. ശരി, ടാമൻ ഒരു ദൈവമാണ്. നീ എന്ത് പ്രാന്ത ഈ ചെയ്യുന്നേ? പെട്ടെന്ന് കിനോഷിത അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുവാണ്. നീ അവൻ തന്നെ ആണോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ നിന്നെ ഒരു കാലത്തും താഴോട്ട് പോവാൻ സമ്മതിക്കില്ല. ആ സമയം ടാമൻ, നിങ്ങളുടെ തീഷ്ണത എന്റേതിനേക്കാൾ വലുതായി തോന്നുന്നു എന്ന് പറയാണ്. അതൊക്കെ കഴിഞ്ഞ് അവള് നോർമലായി അവന്റെ തുണിയൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുമ്പോ എന്നെ കൊണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ കണക്കിലെടുത്ത് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അത് ശരിയാണ്, അതെന്റെ ഏജൻസിയുടെ തീരുമാനമായിരുന്നു. അതൊരു പുനർജന്മമാണെന്ന് ഞാൻ കരുതുന്നത് പരിഹാസ്യമാണ്. പക്ഷേ എനിക്ക് ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരെയും ചിരിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ അവര് പറഞ്ഞത് ചെയ്തത്. പെട്ടെന്ന് കിനോഷിതയ്ക്ക് അവൻ ഓഡീഷൻ ടൈമിൽ പറഞ്ഞ കാര്യം ഓർക്കുവാണ്. പക്ഷെ എന്നെ പോലെ ദുഃഖം മാത്രം പ്രകടിപ്പിക്കുന്ന ഒരാളെ കൊണ്ട് ആർക്കും പുഞ്ചിരിപ്പിക്കാൻ സാധിക്കില്ല. എന്നിട്ട് ടാമൻ സങ്കടത്തോടുകൂടെ പറയുവാണ്, അവന്റെ ആ ക്യാരക്ടർ ചിലപ്പോ ഒരു അഭിനയം ആയിരിക്കാം, പക്ഷെ അത് വ്യാജമല്ല. അവന്റെ ഫീലിങ്സ് ശരിക്കും റിയൽ ആണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകളുമായി ഇടപഴകുന്നത്. അവൻ വായിക്കുന്ന ബുക്കുകളെല്ലാം നോക്കിക്കൊണ്ട് കിനോഷിത മനസ്സിൽ കരുതുവാണ്, നീ ശരിക്കും ടാമൻ തന്നെയാണ്, നീ ഒരു വ്യാജനല്ല. അത് കേൾക്കുമ്പോ ടാമന് കുറച്ച് സന്തോഷാവും. പക്ഷെ പെട്ടെന്ന് ഏജൻസി ഹെഡ് പറഞ്ഞത് ഓർക്കുവാണ്, നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് ഒരിക്കലും കാണിക്കാൻ അനുവദിക്കരുത്. പിന്നെയും ടാമൻ അത് ഓർത്ത് വിഷമിക്കുവാണ്. ഞാൻ ശരിക്കും പെട്ടെന്നാണ് ഫേമസ് ആയത്. എല്ലാത്തരം ആളുകളും എന്നോട് പലതരം കാര്യങ്ങൾ പറയും. ആരാധകർ എല്ലാം പറഞ്ഞിട്ടും എനിക്കിനി എന്താണ് വേണ്ടതെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് എന്റെ ആ വേർഷൻ വളരെ ദയനീയമായി തോന്നുന്നു. എന്നെ തന്നെ ഏറ്റവും കുറച്ചു മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ. ഞാൻ ഏതെങ്കിലും ഒരു കാട്ടിലോട്ടോ അല്ലെങ്കിൽ മനുഷ്യരാരും വരാത്ത ഒരു ഡെസേർട്ടിലോട്ടോ പോയി എന്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ അവിടെ തീർക്കണം എന്നൊക്കെ ടാമൻ കരഞ്ഞോണ്ട് പറയുവാണ്. അതിന്റെ ഇടയിൽ കയറി വന്ന് കിനോഷിത, നമ്മള് നിന്റെ ഡ്രീംസിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കും, നീ വിശ്വസിക്കുന്നത് വരെ. അവൾ അവനെ ഗ്ലൂമി ഹാരാന്ന് വിളിക്കുവാണ്. ടിവിയിൽ ഫേസിന്റെ ഒരു ഷോ വരുവാണ്. അപ്പൊ ഇവരുടെ ബാൻഡിൽ മൊത്തം 5 പേരാണ്. റിൻഡാരോ കൈ, നട്സുക്കി ഇഷിബാഷ്, ടാമൻ ഫുക്കുഹാര, യൂറി സക്കാഗുച്ചി, കേറ്റോ തച്ചിബാന ആയിരിക്കും ഇപ്പൊ അവരുടെ ലീഡർ. അങ്ങനെ ടി വി ഷോയിൽ വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ടാമനെ കണ്ടിട്ട് ഫ്ലാറ്റിലിരിക്കുന്ന ടാമനെ നോക്കി, ഇത് തന്നെയാണോ നീ എന്ന് മാറി മാറി നോക്കുവാണ് കിനോഷിത. അത് കഴിഞ്ഞ് കിനോഷിത അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും. അവന്റെ ഫ്രിഡ്ജില് ഒന്നും തന്നെ ഉണ്ടാവില്ല. അവൻ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും കഴിച്ചോണ്ടിരിക്കണ്ടാവുക. അപ്പൊ അവള് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയില് ടാമന്റെ അടുത്ത് പറയുവാണ്, നീ ഇങ്ങനത്തെ ഫുഡ് ഡയറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുന്നതെന്നൊക്കെ കരുതുമ്പോ എനിക്ക് അത്ഭുതമാവുകയാണ്. ടാമൻ ആരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊന്നും കഴിക്കാറുണ്ടാവില്ല. അപ്പൊ കിനോഷിത മനസ്സില്, എന്റെ ഐഡോളിന് ശരിക്കും ന്യൂട്രീഷ്യൻസ് ഡെഫിഷ്യൻസി ഉണ്ട്, അത് അവന്റെ മെന്റൽ ഹെൽത്തിനെ ശരിക്കും അഫക്ട് ചെയ്യും. അങ്ങനെ അവൾ ആ ഫുഡ് കൊടുക്കുകയാണ്. എന്നിട്ട് അവള് പറയും, ഞാൻ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നീ റെസ്റ്റോറന്റിൽ കഴിക്കുന്ന പോലെ നിനക്കിത് വിശ്വസിച്ച് കഴിക്കാം. പെട്ടെന്ന് അവൻ മനസ്സില് അവൾ അതിനകത്ത് പോയിസൺ വല്ലതും വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. പെട്ടെന്ന് കിനോഷിത ഫുഡ് എടുത്ത്, നിങ്ങളെ ഞാൻ പട്ടിണി കിടക്കാൻ അനുവദിക്കില്ല, ഇത് കഴിക്കുന്നു പറയുവാണ്. ടാമൻ പെട്ടെന്ന് അത് പേടിച്ച് കഴിക്കുകയാണ്. എന്നിട്ട് അവളെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ടാമന്റെ ഫേസ് ഗ്ലോ ആവുകയാണ്. നീ ശരിക്കും എന്റെ ടൈപ്പ് തന്നെയാണ്, ഞാൻ നിന്നെ ഇപ്പൊ തന്നെ തിന്നോട്ടെ. കാരണം അവൻ ആ ഫ്രൈഡ് ചിക്കൻ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ അവൾ അവിടെ കിടന്നിട്ട് ആലോചിക്കുകയാണ്, അവൻ ശരിക്കും ഫ്രൈഡ് ചിക്കൻ തന്നെയല്ലേ തിന്നാൻ ചോദിച്ചത്. പെട്ടെന്ന് അവിടെ കിനോഷിത തല പൊട്ടി മരിക്കുന്ന പോലെ കാണിക്കുവാണ്. പെട്ടെന്ന് ടാമൻ പഴയതുപോലെ മാറുവാണ്. സോറി ചോദിക്കുവാണ് കിനോഷിത എന്റെ അടുത്ത്. കിനോഷിത ദേഷ്യത്തില്, നീ ജോലി കയറുമ്പോ ഒന്ന് പറഞ്ഞിട്ട് കയറിക്കൂടെ? അപ്പൊ ടാമൻ, ഞാൻ കുറച്ച്
കുറച്ചു ദിവസമായിട്ട് തിരക്കിലായതുകൊണ്ട് എന്റെ ഓൺ ഓഫ് സ്വിച്ചുകൾ മൊത്തം തകരാറിലായിരിക്കുവാണ് എന്ന് ടാമൻ പറഞ്ഞിട്ട് അയ്യോ എന്റെ മുഖമൊക്കെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ മുഖത്തിൽ കൈവച്ചോണ്ടിരിക്കുവാണ്. എന്നിട്ട് അവൻ അവിടെ തലകറങ്ങി വീഴുവാണ്. ആരാധകർക്ക് അനുയോജ്യമായ ഒരു ഐഡോളായി മാറുന്നത് വലിയ കഷ്ടമാണ്. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. എല്ലാവരുടെ ഫേസും പുഞ്ചിരിക്കണമെങ്കിൽ അതിന് ഒരുപാട് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. കിനോഷിത ടാമന് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പിക്ക് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ അവളുടെ നല്ല ഫുഡുകളൊക്കെ കഴിച്ചിട്ട് അവനടുത്ത് ഷോയ്ക്ക് പോകുമ്പോ ആങ്കർ തന്നെ ചോദിക്കുവാണ്, എങ്ങനെയാണ് നിന്റെ ഫേസിൽ ഇത്രയും ഗ്ലോ വന്നത് എന്ന് ചോദിക്കുവാണ്. അത് ഞാൻ എന്റെ ഡയറ്റ് ഇപ്പൊ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കിനോഷിത ഉണ്ടാക്കി കൊടുത്ത ഒരു ഫുഡിന്റെ റെസിപ്പി അവിടെ പറയുവാണ്. അത് കേൾക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവും. നല്ല ഫുഡ് കഴിച്ചാൽ നമുക്ക് നിർത്താത്ത എനർജി കിട്ടും. അത് കിനോഷിത ടിവിയിൽ കാണുമ്പോ അവന് ഒരുമാതിരി ചമ്മലാവുകയാണ്. പക്ഷെ അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ടാമൻ കിനോഷിതന്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാണ്. ഫാൻ ക്ലബിലേക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ രീതിയിൽ എടുത്തിട്ട് ഒന്നും നന്നായില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഫോട്ടോസ് കിനോഷിത കണ്ടിട്ട് ഇങ്ങനത്തെ ഫോട്ടോസ് ഒരിക്കലും വെളിയിൽ പോകാൻ പാടില്ല. ഈ ലോകം അവനിങ്ങനെ കാണാൻ പാടില്ല. ഫാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തൊക്കെ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് കിനോഷിത. അങ്ങനെ അവള് പറയുന്ന രീതിയിലൊക്കെ അവൻ പോസ് ചെയ്യുവാണ്. അവള് നല്ല രീതിയിൽ തന്നെ ഫോട്ടോസും എടുക്കുന്നുണ്ട്. അങ്ങനെ അവളെടുത്ത ഫോട്ടോസുകളൊക്കെ കണ്ടിട്ട് അവളെ കൊണ്ട് തന്നെ സന്തോഷമൊന്നും അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ടാമൻ അവളോട് താങ്ക്സ് പറയുവാണ്. എന്റെ മുഖം കണ്ട് ഛർദ്ദിക്കാണ്ട് നല്ലൊരു ഫോട്ടോ എടുത്തു തന്നതിന് നന്ദി. അല്ല, നിന്റെ ഫേസിലത്തെ ഏത് ഭാഗം കണ്ടിട്ടാ നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നേന്ന് കിനോഷിത ചോദിക്കുവാണ്. ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ തകിടം മറിക്കുന്ന നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് കേട്ട് ടാമൻ, സെൽഫി എടുക്കുന്നത് തന്നെ എനിക്ക് അസഹ്യമായ കാര്യമാണ്. അതിലെന്റെ ഫേസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമല്ല. പെട്ടെന്ന് കിനോഷിത ദേഷ്യപ്പെടുവാണ്. ഫേസ് ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ, ഫേസ് ഇമ്പോർട്ടന്റ് ആണെന്ന് ടാമന് പറയുവാണ്. അവര് നിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ചെക്ക് ചെയ്യാന്ന് പറയുവാണ്. അപ്പൊ ടാമൻ, അല്ല നീ ആ ഫോട്ടോസ് ഒക്കെ നേരത്തെ തന്നെ കണ്ടതല്ലേ, പിന്നെ നിനക്ക് അത് ഇന്നും കാണുമ്പോ ബോറടിക്കില്ലെന്ന് ചോദിക്കുവാണ്. ഒരിക്കലുമില്ല, എനിക്ക് ബാക്കിയുള്ളവരെ പറ്റി ഒരു പ്രശ്നമല്ല. ടാമനാണ് ഈ വേൾഡിലത്തെ ബെസ്റ്റ്. അത് കേൾക്കുമ്പോഴത്തേക്കും ടാമൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുവാണ്. അപ്പൊ കിനോഷിത ഫുഡൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. ആറാണ്ട് അതൊക്കെ കഴിക്കണേ, ഞാൻ നാളെ വരാന്ന് പറഞ്ഞ് അവള് പോവാൻ ഇറങ്ങുവാണ്. ഒരു മിനിറ്റ് കിനോഷിത എന്ന് പറഞ്ഞിട്ട് ടാമൻ അവളുടെ അടുത്തേക്ക് വരുവാണ്. ഡോം കോൺസെർട്ടിന് പോവാൻ ഞാൻ കുറച്ച് തയ്യാറായി എന്നാണ് തോന്നുന്നത്. ഒരുപാട് നന്ദിയുണ്ട്, എല്ലാം നീ കാരണമാണ്. ലോക വേസ്റ്റിൽ നിന്ന് വീട് വേസ്റ്റെങ്കിലും ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കേട്ട് കിനോഷിത, അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തത്. നീ ഇങ്ങനെ പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ അല്ല, ഐഡോൾ ആകുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. പക്ഷെ എന്റെ ഫാൻസ് എല്ലാം എല്ലാ സമയം എന്നെ ആരാധിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്റെ മനസ്സിൽ വളരെ സന്തോഷമാണ്. അത് കേൾക്കുമ്പോഴത്തേനും കിനോഷിതയ്ക്ക് സന്തോഷാവുകയാണ്. അവളുടെ മുഖം ചോക്കുന്ന കണ്ടിട്ട് ടാമൻ കുറച്ച് പേടിക്കാണ്. എന്നോട് ക്ഷമിക്ക്, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സന്തോഷായി എന്ന് കിനോഷിത പറയുവാണ്. അത് കേട്ട് ടാമൻ ചെറുതായിട്ട് ചിരിച്ചിട്ട്, ഞാനെങ്ങനെ പറയാൻ കാരണം നീ എന്നെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ്. അവന്റെ ചിരി കണ്ടപാടെ കിനോഷിതയ്ക്ക് ഉള്ള ഫ്യൂസ് ഒക്കെ പോവുകയാണ്. പെട്ടെന്ന് അവൻ പാടിയ പാട്ടൊക്കെ ഓർമ്മ വരുവാണ് അവൾക്ക്. പെട്ടെന്ന് അവൻ മുഖം മൂടി മറിക്കും. എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് അവൾ ഓടി വന്നിട്ട്, നീ ഇങ്ങനെ ഫേസ് മറിക്കരുത്, നിന്റെ സ്മൈൽ ഈ ലോകം മുഴുവൻ കാണേണ്ടതാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മറിഞ്ഞ് താഴേക്ക് വീഴുവാണ്. എന്നിട്ട് കിനോഷിത, നിങ്ങളുടെ സ്മൈൽ എത്ര നന്നായിരുന്നു എന്നറിയോ, നീ വളരെ ക്യൂട്ടാണെന്ന് പറയുവാണ്. ആ സമയം അവിടേക്ക് അവന്റെ മാനേജർ പോലെയുള്ള ഒരാള് വരുവാണ്. കിനോഷിത ആകെ ഞെട്ടി തിരിയുവാണ്. രണ്ടുപേരും മുട്ടിൽ നിർത്തിച്ചിട്ട്, എന്ത് ഹൗസ് കീപ്പറോ? നീ ശരിക്കും അവന്റെ വലിയൊരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? അങ്ങനെ ടാമോനെ വഴക്ക് പറയുമ്പോഴത്തേനും കിനോഷിത, അവനെ വഴക്ക് പറയണ്ട, എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഓടുവാണ്. ഞാൻ എന്താണ് ചെയ്തത്? ഇത്രയും വലിയൊരു നിധിയെ ഞാൻ എന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ താഴത്തേക്ക് വലിച്ചിട്ടു. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ശരിക്കും ഗ്ലൂമി ഹാറയുടെ ഫാൻ അല്ല, ടാമന്റെ ഫാനാണ് എന്നാ അവള് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ആവുമ്പോ ന്യൂസ് ഒക്കെ വെളിയിൽ വരുവാണ്. ഒരു ഐഡോളിനെ ഒരു സ്റ്റാക്കർ വന്ന് അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കിനോഷിത ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ പോവാണ്. അവക്ക് അവനോടുള്ള ഇഷ്ടം കൺട്രോളേ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങനെയാണ് അവനെ മറക്കുന്നത്? അടുത്ത പ്രാവശ്യം ഞാൻ അവനെ കാണുമ്പോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ വഴിയുണ്ടാവുമോ എന്നാ അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ്. അടുത്ത സീനില് ടാമന്റെ ഫ്ലാറ്റില് കോളിംഗ് ബെല്ല് അടിക്കാണ്. അവനത് കിനോഷിത ആയിരിക്കുന്നു കരുതിയിട്ട് സന്തോഷത്തിൽ പോയി വാതില് തുറക്കുമ്പോഴത്തേനും അവന്റെ വീട്ടിൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന മെയ്ഡായിരിക്കും വന്നിട്ടുണ്ടാവുക. ഹോസ്പിറ്റലിൽ നിന്ന് വേഗം വരാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് ജോലി ചെയ്യാൻ വന്നേക്കുവാണ്. നീ ആ ചെറുപ്പക്കാരീനെ കാത്തിരിക്കുകയായിരുന്നോ? ഞാൻ എന്തായാലും ഉള്ളിൽ കയറി എന്റെ ജോലിയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ ലേഡി ഫ്ലാറ്റിന്റെ ഉള്ളിലേക്ക് പോവാണ്.
കിനോഷിത വീട്ടിലോട്ട് വന്നിട്ട് ആ ലേഡി ടാമിന്റെ ഫ്ലാറ്റില് തിരിച്ച് ജോലിക്ക് പോയേന് കിനോഷിത കുറച്ചൊന്ന് സമാധാനപ്പെടുകയാണ്. ഞാൻ വീണ്ടും അവന്റെ ഒരു പേരില്ലാത്ത ആരാധകയായി മാറുകയാണ്. അടുത്ത സീനില് ഡോമില് നടക്കുന്ന ലൈവ് കോൺസേർട്ട് പരിപാടി കാണിക്കുവാണ്. അവരുടെ 5 പേരുടെയും പ്രസൻസ് അത് നല്ലൊരു വലിയ കോൺസേർട്ട് ആക്കി മാറ്റുവാണ്. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കേട്ട് ഫാൻസ് ഒക്കെ വളരെ ഹാപ്പി ആവുകയാണ്. കിനോഷിത ആ കോൺസെർട്ടിൽ ഉണ്ടാവും. അവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അവരെ കണ്ടിട്ട്. അങ്ങനെ അവരുടെ പാട്ടും ഡാൻസും ഒക്കെ അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഫാൻസ് ഒക്കെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് പാടുന്നതിന്റെ ഇടയില് കിനോഷിതയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവൾ അവിടെ കിടന്ന് കാറുവാണ്. നിങ്ങൾ വളരെ കൂളാണ് ടാം എന്ന് പറഞ്ഞ് ഒച്ചത്തി പറയുമ്പോഴത്തേനും അത് ടാമിന്റെ കാതിൽ കേൾക്കുവാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കിനോഷിത പോകുമ്പോഴത്തേനും നോ എൻട്രി റൂമിലേക്ക് അവളെ പിടിച്ച് വലിച്ചു കയറ്റുവാണ്. നോക്കുമ്പോ അത് ടാമനായിരിക്കും. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നീ എന്താ ഇവിടെ ചെയ്യണേന്ന് ചോദിക്കുവാണ്. ഞാൻ നിന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് കണ്ടതാണ് കിനോഷിത. അപ്പൊ അവള് മനസ്സിൽ ഈ കടല് പോലെ കിടക്കുന്ന ഫാൻസിന്റെ ഇടയിൽ നിന്ന് അവൻ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ അവളുടെ കണ്ണില് കണ്ണീര് വരുവാണ്. ടാമൻ അത് പതുക്കെ തുടച്ചിട്ട് എനിക്ക് ഈ ലോകം മുഴുവൻ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോ നീ അവിടെ കരയായിരുന്നു. ഒന്നും പറയാതെ എന്റെ വീട്ടിലേക്ക് നീ വരുന്നത് നിർത്തിയതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, തീർച്ചയായും. എല്ലാ ഫാൻസിനും നിന്നെ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടാവും. അങ്ങനെ ഒരാൾ തന്നെയാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈമിൽ നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ പോകുന്നത്. അതിന് കാരണം ഞാൻ നിനക്കൊരു ട്രബിൾ ആകാൻ പാടില്ല. അത് കേട്ട് ടാമൻ അത് ട്രബിൾ ആകുമോ ഇല്ലയോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത്. കിനോഷിത അവന് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അവൻ പതുക്കെ അവളുടെ ഷോൾഡറിൽ ചാഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നീ ഇല്ലെങ്കിൽ എനിക്ക് ഹോപ്പില്ലാത്തതുപോലെയാണ്. അത് കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരുവാണ്. ഇല്ല, എന്നെ കൊണ്ട് നോ പറയാൻ കഴിയില്ല. അവള് ഓക്കെ എന്ന് പറയുവാണ്. അത് കേട്ടപാട് ടാമൻ പഴയ ക്യാരക്ടറിലോട്ട് മാറുവാണ്. അത് കണ്ട് അവള് ദേഷ്യപ്പെടും. ഇപ്പൊ വർക്ക് മോഡ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സമയമല്ല, ഷോയുടെ സെക്കൻഡ് ഹാഫ് എത്തിയതുള്ളൂ, വേഗം ഇവിടുന്ന് പോന്ന് പറയുവാണ് അവള്. കിനോഷിത മനസ്സില് ജപ്പാനിലുള്ള എല്ലാ ടാമൻ ആരാധകർക്കും ഞാൻ സോറി ചോദിക്കുന്നു. ടാമൻ അവിടുന്ന് പോകുമ്പോ അവൾ ഒച്ചത്തി പറയുവാണ്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്റെ ലൈഫ് ഒരു ബാഡ് ഫാൻ ആയിട്ട് ജീവിക്കാൻ പോവുകയാണ് എന്ന് സ്നേഹപൂർവ്വം കിനോഷിത. അങ്ങനെ അവിടെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. ടാമൻ അവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.